ഷഫീദ്, ഈ പ്രതിഭാഗം ഈ അറസ്റ്റ് നിയമപരമല്ല, അല്ലെങ്കിൽ സാങ്കേതികമായി അതിൽ പോരായ്മകളുണ്ട് എന്നതിനപ്പുറത്തേക്ക് പ്രോസിക്യൂഷൻ ഉന്നയിച്ച ഈ സ്ഥിരം കുറ്റവാളി നേരത്തെയും സമാനമായ കേസുകളിൽ ഇയാൾ പെട്ടിട്ടുണ്ട് തുടങ്ങിയ അതുതന്നെ വളരെ പ്രധാനപ്പെട്ടതും ഗൗരവമുള്ളതുമാണല്ലോ. അത്തരം ആരോപണങ്ങളോട്, അത്തരം പ്രോസിക്യൂഷൻ വാദങ്ങളോട് പ്രതിഭാഗത്തിന്റെ സമീപനം എന്തായിരുന്നു? വിജയകുമാർ, ഇതിൽ പ്രതിഭാഗം പ്രധാനമായിട്ടും പറഞ്ഞത് ഈ കേസിൽ ഡയറക്റ്റായി ഏതെങ്കിലും തരത്തിൽ രാഹുൽ ഈശ്വറിനെ കണക്ട് ചെയ്യാൻ കഴിയില്ല. കാരണം അദ്ദേഹം മറ്റ് ചില വീഡിയോകളടക്കമുള്ള കാര്യങ്ങൾ നറേറ്റ് ചെയ്യുക മാത്രമാണ് സമൂഹ മാധ്യമത്തിൽ ചെയ്തത്. നേരിട്ട് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ആ ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടില്ല. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി, അവരുടെ വിവരങ്ങൾ അത് ബോധപൂർവം പങ്കുവയ്ക്കാനുള്ളൊരു നീക്കം അത് ഈ പ്രതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് രാഹുൽ ഈശ്വറിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ ഈ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം. മാത്രമല്ല അറസ്റ്റിന്റെ നിയമസാധുത അടക്കമുള്ള കാര്യങ്ങൾ അവർ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം ഈ പ്രതിയെ അടക്കം ബോധ്യപ്പെടുത്തിയ വകുപ്പുകളല്ല പിന്നീട് ചുമത്തിയതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് പറയുന്നുണ്ട്. മാത്രമല്ല പ്രതി പൂർണ്ണമായും ഏത് അന്വേഷണത്തോടും സഹകരിക്കുന്ന ഒരാളാണ്. ആ രീതിയിൽ പ്രതിക്ക് ജാമ്യം നൽകുന്നതിൽ എന്താണ് കുഴപ്പം? മാത്രമല്ല ഇതൊരു സൈബർ കുറ്റകൃത്യമാണ്, അല്ലെങ്കിൽ സൈബർ ആക്ഷേപമാണ്. അതിനകത്ത് എത്രത്തോളം അത് നിലനിൽക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ കോടതി പരിഗണിക്കണം എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിന്റെ ശ്രദ്ധേയമായിട്ടുള്ള വാദം. അതിൽ തന്നെ നമ്മൾ നേരത്തെ എടുത്തു പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന, അവരുടെ വ്യക്തിവിവരങ്ങൾ പുറത്തേക്ക് പറയുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയുന്നുണ്ട്. ഏതായാലും ആ രീതിയിലുള്ള ഈ പ്രതിഭാഗത്തിന്റെ വാദങ്ങളെ കോടതി എങ്ങനെ നോക്കിക്കാണും എന്നുള്ളതാണ് ഇനി ഇക്കാര്യത്തിൽ ശ്രദ്ധേയമായി മാറാൻ പോവുക. അതേസമയം പ്രോസിക്യൂഷന്റെ ശക്തമായ വാദം അത് നമ്മൾ കേട്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ കൂട്ടുപ്രതികളുടെ അടക്കം അറസ്റ്റ്. അതായത് ഈ കേസിൽ 5 പ്രതികളുണ്ട്. അതിൽ നിലവിൽ ഇപ്പോൾ ഒരാളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കണം, നിയമ നടപടി എടുക്കണം. അതിനൊക്കെ ഇയാൾക്ക് ജാമ്യം അനുവദിച്ചാൽ തടസ്സമാകും. മാത്രമല്ല തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്, ഈ പ്രധാനപ്പെട്ട സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ സോഷ്യൽ മീഡിയ ഓർഡറിംഗ് അതടക്കമുള്ള കാര്യങ്ങൾ ഈ റിമാൻഡ് റിപ്പോർട്ടിലും പ്രോസിക്യൂഷന്റെ വാദത്തിലും അവർ ഉന്നയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പ്രതി നിരവധി വ്യൂവേഴ്സ് ഉള്ള, സമൂഹ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള അക്കൗണ്ടുകളുള്ളയാളാണ്. സ്വാഭാവികമായും ഇനിയും അതിജീവിതയെ ഇത്തരത്തിൽ അധിക്ഷേപിക്കാൻ അങ്ങനെ ഒരു നീക്കം നടത്തി കഴിഞ്ഞാൽ അത് തെറ്റായ സന്ദേശം നൽകും. അതല്ലെങ്കിൽ അത് അതിജീവിതയുടെ നിയമപരമായിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതിനപ്പുറത്തേക്ക് അത് തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ മുൻപ് ഉണ്ടായിട്ടുള്ള ചില കേസുകളെക്കുറിച്ചും പ്രോസിക്യൂഷൻ കോടതിയിൽ ജാമ്യാപേക്ഷയിൽ വാദം നടക്കുമ്പോൾ പറയുന്നൊരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായ വാദപ്രതിവാദങ്ങൾ നടന്നു. രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ച് രാഹുൽ ഈശ്വർ ഈ ഏറ്റവും ഒടുവിലും അദ്ദേഹം ചെയ്തൊരു വീഡിയോയിൽ ചില മോശം പദപ്രയോഗങ്ങൾ അതിജീവിതയെ പേരെടുത്തു പറയാതെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതുൾപ്പെടെ പ്രോസിക്യൂഷന്റെ വാദത്തിൽ പ്രോസിക്യൂഷൻ വാദമായി ഉന്നയിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അതായത് സമൂഹ മാധ്യമത്തിലൂടെ പേരെടുത്തു അല്ലെങ്കിൽ പേര് വെളിപ്പെടുത്തുന്ന തരത്തിലേക്ക് വിമർശിച്ചു എന്നതിനപ്പുറത്തേക്ക് പലതവണ അവരെ പൊതുജന മധ്യത്തിൽ ആക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള പെരുമാറ്റം അത് പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒരു ഗൗരവമുള്ളൊരു കേസിലെ പരാതിക്കാരി എന്ന രീതിയിൽ അക്കാര്യങ്ങൾ കൂടി കോടതി ഗൗരവമായി പരിഗണിക്കണം എന്നൊക്കെയുള്ള വിവരങ്ങൾ അത് പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഈ റിമാൻഡ് റിപ്പോർട്ടിനപ്പുറത്തേക്ക് പ്രോസിക്യൂഷൻ വാദിച്ച കാര്യങ്ങളിൽ കോടതി ഹിയർ കൊടുക്കുകയാണെങ്കിൽ, കോടതി ഏതെങ്കിലും തരത്തിൽ എയ്ഡ് എടുക്കുകയാണെങ്കിൽ അത് രാഹുൽ ഈശ്വറിന് തിരിച്ചടിയാകും. അതല്ല ഈ പ്രതിഭാഗം ഉന്നയിച്ച മുൻപത്തെ പല കേസുകളിലെയും, അതായത് മുൻപ് സുപ്രീം കോടതിയിലടക്കം വന്ന പല കേസുകളിലെയും സൈബർ കേസുകളുടെ കാര്യത്തിൽ അതെന്ത് തരം രീതി ഉണ്ടാകണം എന്നുള്ള കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ നമുക്ക് ആകാംക്ഷയോടെ നോക്കിയിരിക്കണം. ഏതായാലും അല്പസമയത്തുള്ളിൽ നമുക്ക് ഈ വിധിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. വിജയകുമാർ. യെസ്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷഫീദ്, തുടരുക കോടതി നടപടികൾ. കോടതിയുടെ പതിവ് സമയം അവസാനിച്ചു. ജഡ്ജ് ചേംബറിലേക്ക് പോയിരിക്കുകയാണ്. ചേംബറിൽ ജഡ്ജ്മെന്റ് എഴുതിയ ശേഷം അത് അറിയിക്കുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.